എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഞാനിന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക. ഇന്നും ഞാൻ സേവ് ആപ്പ് തന്നെയാണ് വിഷയം. സേവ് ആപ്പ് എന്നത് എനിക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൊമോഷനിലായിട്ടുള്ള കുറച്ച് വീഡിയോസാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കിട്ടിയ അറിവ് എൻ്റെ ഭാഗത്തു നിന്നും ഞാൻ കുറച്ച് നിങ്ങളിലേക്കും ഷെയർ ചെയ്യുക എന്നത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. സാധാരണ ഒരു MLM എന്നുള്ളത് കൊണ്ട് തന്നെ ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മുടെ ഈ ഒരു സേവ് ആപ്പ് എന്ന സേവ് മൈ പേഴ്സണൽ ആപ്ലിക്കേഷൻ എന്ന ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലെത്തിയത്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ എഡ്യൂക്കേഷൻ വേണമെന്നോ ഇത്ര വയസ്സുവരെ ചെയ്യാൻ പറ്റും എന്നോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുമില്ല. ആർക്കാണോ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നത് കമ്പനിയുടെ പ്രൊഡക്റ്റും അതുപോലെ നമ്മുടെ ഈ പ്രൊഡക്റ്റ് കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ കൃത്യമായിട്ട് കസ്റ്റമറിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നത് അവർക്ക് നല്ല രീതിയിലുള്ള കച്ചവടം സെയിൽ നടത്തിക്കൊണ്ട് നമ്മുടെ കമ്പനിയിലൂടെ പല നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനെപ്പറ്റി പറയുമ്പോൾ ഞാൻ ആദ്യം പറയുകയാണ്, നമ്മൾ എന്തൊരു അവസരമായാലും ഏതൊരവസരമായാലും അതിൻ്റെ കൃത്യമായിട്ടുള്ള ജെന്യുവനായിട്ടുള്ള അപ്പോൾ അതിനു വേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ കച്ചവടം സെയിൽ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഒരു അടിയുറച്ച വിശ്വാസം നമ്മളിൽ ഉണ്ടാവണം. അങ്ങനെ ആ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടാകണമെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് എന്താണെന്നും കമ്പനി എന്താണെന്നും കമ്പനിയുടെ പ്ലാൻ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിലൊരു അടിയുറച്ച വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് സേവ് മൈ പേഴ്സണൽ ആപ്പ് ഒരു ഫ്രീ ഡിജിറ്റൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. എന്തു പറഞ്ഞാൽ ഫ്രീ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളക്കാരെ സംബന്ധിച്ച് ഫ്രീ എന്ന് പറയുമ്പോൾ എവിടെയും നിങ്ങളൊക്കെ വാട്സപ്പ് പല രീതിയിലും ആമസോണിലും ഓഫറുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ പോലെ എല്ലാം ഇവിടെ ഫ്രീ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ അതിനൊരു സീരിയസ് വശമുണ്ട്. നമ്മൾ ഇതിലൂടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ലൈഫ് ടൈം നമുക്ക് ഉപയോഗിക്കാനും അതുപോലെ ഒരു രൂപ പോലും ആക്ടിവേഷൻ കോസ്റ്റ് ഇല്ലാതെ നമുക്ക് ഈ ഒരു ബിസിനസ് സംരംഭത്തിലേക്ക് കടന്നു വരാനുള്ള അവസരമാണ് നമ്മുടെ കമ്പനി ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ചുരുക്കം ഫ്രീ ആയിട്ട് കൊണ്ട് തന്നെ ലൈഫ് ടൈം നിങ്ങൾക്ക് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു കമ്പനി ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് എളുപ്പത്തിൽ ഏതൊരു വ്യക്തികൾക്കും ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. പറഞ്ഞ് കാട് കയറുന്നില്ല. അപ്പോൾ കമ്പനി എന്ന് പറയുന്നത് സെഞ്ച്വറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. ഓൾറെഡി 1998 ഇതൊരു പാർട്ട്ണർഷിപ്പ് ഫാമോട് കൂടി ആരംഭിച്ചു. 2008 അത് കോർപ്പറേറ്റ് പ്രൈവറ്റ് കമ്പനിയായിട്ട് രൂപപ്പെട്ടു, ലിമിറ്റഡ് കമ്പനിയായി. അതായത് നമുക്ക് ERP സോഫ്റ്റ്വെയർ ആണ് ഓൾറെഡി ഈ കമ്പനി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ERP മൊഡ്യൂൾസിലുള്ള സോഫ്റ്റ്വെയർ, കസ്റ്റമൈസ്ഡ് ആപ്ലിക്കേഷൻ, MLM സോഫ്റ്റ്വെയർ, അതുപോലെ തന്നെ മൊബൈൽ ആപ്പ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കമ്പനിയുടെ ക്ലയൻറ്റിനെ പറ്റി ആണെങ്കിൽ ഓൾ ഓവർ ഇന്ത്യ ഉണ്ട്, മിഡിൽ ഈസ്റ്റിലുണ്ട്, ആഫ്രിക്കയിലും ഓൾറെഡി ഉണ്ട്. അതിനു പുറമെ MLM കമ്പനികൾക്കും സോഫ്റ്റ്വെയർ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്.
ഈ കമ്പനിയുടെ MD ആണെങ്കിൽ ഒരു 35 വർഷത്തെ പ്രാഗൽഭ്യം ഈ ഒരു സോഫ്റ്റ്വെയർ ERP മൊഡ്യൂൾസിലുള്ള സോഫ്റ്റ്വെയർ രംഗത്ത് എക്സ്പീരിയൻസ് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു MD ആണ് ഇതിൻ്റെ നമ്മുടെ എല്ലാം ബാക്ക് ബോണായിട്ട് പ്രവർത്തിക്കുന്നത്. 26 വർഷത്തെ എക്സ്പീരിയൻസ് ഓൾറെഡി ഈ കമ്പനിക്കുണ്ട്. സേവ് ആപ്പ് ഇൻ്റഗ്രേറ്റഡ് പേഴ്സണൽ മാനേജ്മെൻറ്റ് ആപ്പാണ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. പെർഫെക്റ്റ് പേഴ്സണൽ മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ. നമ്മുടെ ദിവസമുള്ള കാര്യങ്ങൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ആദ്യത്തെ മോർണിംഗിൽ ചായ കുടി മുതൽ നമുക്കുണ്ടാകുന്ന എല്ലാ ഡെയിലി റൊട്ടീൻസ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ കൊടുത്തുകൊണ്ട് പോകാം. നമ്മുടെ ഒരു സാമ്പത്തിക അച്ചടക്കം, ഫൈനാൻഷ്യലി ആയിട്ട് ഫ്രീഡം ഉണ്ടാകണമെങ്കിൽ ഏതൊരു വ്യക്തികൾക്കും സാമ്പത്തിക അച്ചടക്കം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ്. അതില്ലാത്തിടത്തോളം ആർക്കും എന്ത് കിട്ടിയിട്ട് ഒരു പ്രയോജനമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെയാണ്. പണം വരുന്നു പോകുന്നു എവിടെ എങ്ങനെ എന്നതിന് യാതൊരു നിശ്ചയവുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സേവ് ആപ്പ് അതിനൊക്കെ നിങ്ങൾക്ക് നിമിത്തമായിട്ട് വരും. ഇത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം, അതായത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം, ഹാർഡ് ഏൺ മണി, നമ്മളെ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കുന്നു, എവിടെ ആവശ്യം, എന്ത് അനാവശ്യം എന്നത് നമ്മളെ മനസ്സിലാക്കി തരാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഏത് വ്യക്തികൾക്കും സഹായകമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇൻക്രീസ് അസറ്റ്സ് ആൻഡ് റെഡ്യൂസ് ലാബിലിറ്റി. അതുപോലെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മോണിറ്റർ ചെയ്യാം, ഇൻഷുറൻസ്, അതുപോലെ നമ്മുടെ ഫ്യൂച്ചർ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിലൂടെ മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ 16 ഫീച്ചേഴ്സ് ഓൾറെഡി ഈ ഒരു പ്രൊഡക്റ്റിലുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് 16 ഫീച്ചേഴ്സും ഒരു ഡൗൺലോഡിങ്ങിലൂടെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം എന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ IT പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രത്യേകത. കാരണം 4ഉം 5ഉം ഫീച്ചേഴ്സ് ഉള്ളത് മാത്രം ഇന്ന് മാർക്കറ്റിൽ കുറേ അധികമുണ്ട്. അതൊക്കെ 5 കോടിക്ക് മുകളിൽ സബ്സ്ക്രൈബേഴ്സും പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കുന്ന വ്യക്തികളുമുണ്ട്. ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റ്, ഇവിടെ 16 ഫീച്ചേഴ്സും ഒരു ക്ലിക്കിലൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിൻ്റെ റേറ്റും ഞാൻ ആദ്യം തന്നെ പറയട്ടെ. ഇതൊരു പെയ്ഡ് ആപ്ലിക്കേഷനാണ്. 3,990 പ്ലസ് GST കൊടുത്ത് നിങ്ങൾക്ക് ഏത് വ്യക്തികൾക്കും ഇത് പർച്ചേസ് ചെയ്യാം, വാങ്ങിക്കാം. എന്നാൽ ഇതിനൊരു മെത്തേഡ് ഉണ്ട്. ഇത് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ കമ്പനിയിൽ നിന്ന് അത് കിട്ടും, അത് ലീഗലാണ്, അങ്ങനെ ചെയ്താലേ അത് പറ്റുള്ളൂ. എന്നാൽ ഇവിടെ നിങ്ങളുമാണ് ഇവിടെ ഇതിൻ്റെ ബിസിനസ് ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവർ, അതായത് അംബാസിഡറായിട്ട് നിയോഗിക്കപ്പെട്ട വ്യക്തികളാണ് ഞാനും നിങ്ങളും. അപ്പോൾ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ സുഹൃത്തോ ഫാമിലി ഫ്രണ്ട്സ് ആരെങ്കിലും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ സോഷ്യൽ മീഡിയാസിലൂടെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടാകും. അങ്ങനെ ഷെയർ ചെയ്ത് തന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വേണം നമ്മളിത് ഡൗൺലോഡ് ചെയ്യാൻ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഈ ഒരു ബിസിനസ് വരില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്, അടിവരയിട്ട് ആദ്യം ഞാൻ സൂചിപ്പിക്കുന്നത്. കാരണം നമുക്ക് ബിസിനസ്സിനെ വളർത്താൻ വേണ്ടിയാണ് ഈ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന കൺസെപ്റ്റിലൂടെ നമുക്ക് ഇത് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ റെഫറൽ ലിങ്കിൽ തന്നെ നമ്മളത് കമ്മ്യൂണിറ്റി വളർത്തിയാൽ മാത്രമേ നമുക്കിതിൻ്റെ അടുത്തുള്ള വരുമാനം കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത് ഒന്ന് ഞാൻ എടുത്തു പറഞ്ഞു എന്ന് മാത്രം.
എന്തൊക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്നൊന്ന് നോക്കാം. എന്നാൽ അതിനു മുന്നേ നമുക്ക് ഇതിൻ്റെ ലീഗൽ വശങ്ങളും പരിശോധിക്കണം. കാരണം ഇത് ജെന്യൂനായിട്ടുള്ള കമ്പനിയാണോ, കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ഒക്കെ അനുശാസിക്കുന്ന എല്ലാ നിയമങ്ങളും പാലിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയേണ്ടത് നമ്മുടെ ഓരോ വ്യക്തികളും ഓരോ പൗരൻ്റെയും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനി ഇത് ഓൾറെഡി ഈ ഒരു കമ്പനിക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റും നമ്മുടെ www.savein എന്ന ആ ഒരു വെബ്സൈറ്റിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏതൊരു വ്യക്തികൾക്കും mysaving.in എന്ന ആ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾക്ക് ഫയലിൽ സൂക്ഷിക്കാം. 100% ലീഗലായിട്ടുള്ള ഒരു കമ്പനിയാണ് സെഞ്ച്വറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി. ഈ കമ്പനിയുടെ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്നാൽ കോമ്പൻസേഷൻ പ്ലാനും എന്തൊക്കെയാണെന്ന് ഞാൻ വിശദമായിട്ട് പറയാം. അതിനു മുന്നേ ഒരു കാര്യം സൂചിപ്പിക്കാം ഞാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, നിങ്ങൾ പലതരം ട്രഡീഷണൽ ബിസിനസ് ചെയ്ത വ്യക്തികളാണ്. ഈ ട്രഡീഷണൽ ബിസിനസ്സിലൊക്കെ സംഭവിക്കുന്നത് പല ഇടനിലക്കാർ വഴിയാണ് നമ്മുടെ കൈകളിലേക്ക് പ്രൊഡക്റ്റ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു 85% ഇടനിലക്കാർ സെലിബ്രിറ്റീസുകളുമാണ് അവിടെ പൈസ സമ്പാദിക്കുന്നതും കൊണ്ടുപോകുന്നതും. ഇവിടെ ഇതൊരു സേവ് ആപ്പ് മാർക്കറ്റിംഗ് മെത്തോളജി എന്ന് പറയുന്നത് ഇതൊരു IT പ്രൊഡക്റ്റാണ്, റഫറൽ ഷെയറിംഗ് ആണ്, ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ള കൺസെപ്റ്റിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുന്നത് ഞാനും നിങ്ങളുമാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഈ ഒരു 95% പുറത്തു പോകുന്നതിൻ്റെ ആ ഒരു ഇടനിലക്കാർക്ക് പോകുന്ന മുഴുവൻ തുകയും നമ്മുടെ അക്കൗണ്ടിലേക്കാണ് തരുന്നത്. കാരണം നമ്മളാണ് ഇതിൻ്റെ അംബാസിഡർ, നമ്മളാണ് ഇവിടെ കൺസ്യൂമറായിട്ടും കസ്റ്റമറായിട്ടും ബിസിനസ് റെക്കമെൻഡ് ചെയ്യുന്നതും ഒക്കെ നമ്മളാണ്. അതുകൊണ്ട് നമ്മളാണ് ഇതിൻ്റെ അംബാസിഡർ. പൃഥ്വിരാജ് അല്ലെങ്കിൽ ഐശ്വര്യ റായ് ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കേണ്ട എല്ലാ തുകയും നമ്മളിലേക്ക് തന്നെ ഷെയർ ചെയ്യപ്പെടുകയാണ് കമ്പനി ചെയ്യുന്നത്. അത് പലതരത്തിലുള്ള വരുമാനമായിട്ട് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫൈനാൻഷ്യലി ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ പറ്റും, സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് പ്രവർത്തിച്ചാൽ നമുക്ക് നല്ലൊരു രീതിയിലുള്ള വരുമാനം, അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു വരുമാനം കമ്പനി തരും. നമ്മുടെ 2 പ്രൊഡക്റ്റ്, അതായത് ഒന്ന് സേവ് ആപ്പ്, സെക്കൻഡ് വണ്ടർ മാക്സ് ആണ്. ഈ സേവ് ആപ്പ് മാത്രമാണ് നമ്മുടെ ഓൺ പ്രൊഡക്റ്റ് ആയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കടന്നു വരാം ഏതൊക്കെ രീതിയിൽ, എന്താണ് അതിന് ചെയ്യേണ്ടതെന്ന്. ജസ്റ്റ് നമുക്കൊരു 3 സ്റ്റെപ്പ് മാത്രമേ ഇതിലേക്ക് കടന്നു വരാൻ വേണ്ടുന്നുള്ളൂ. നമ്മളൊക്കെ സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ പിന്നെ നമുക്കറിയാം പലതരത്തിലുള്ള ലിങ്കുകൾ നമുക്ക് ഷെയർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പലതും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്, അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് ഫ്രീ യൂസേഴ്സായിട്ട് കടന്നു വന്നാൽ ഫ്രീ ആയിട്ട് തന്നെ ഇത് നമുക്ക് ഒരു റഫറൽ ലിങ്കിലൂടെ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ആ റഫറൽ ലിങ്കിലൂടെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുമ്പോൾ സേവ് ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറി അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ടൈമായിട്ട് ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയൊരു പ്രസ്ഥാനം മൊബൈൽ റീചാർജിങ്, മൊബൈൽ എന്ന് പറയുന്നത് എയർടെൽ, ഐഡിയ, വോഡഫോൺ, ജിയോ, ഈ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആണ്. മൊബൈലും റീചാർജും ഇല്ലാതെ ഒരു സങ്കല്പം നമുക്കില്ല, സങ്കല്പിക്കാൻ പറ്റില്ല. ഇന്ന് മൊബൈൽ ഇല്ലാതെ ഒരാൾക്ക് ഒരു നിമിഷം പറ്റുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് മൊബൈൽ റീചാർജ് നമുക്ക് ഈ ഒരു
സംരംഭത്തിലേക്ക് ഫ്രീ ആയിട്ട് കടന്നു വന്നുകൊണ്ട് മൊബൈൽ റീചാർജിലൂടെ നമുക്ക് ഒരു അൺലിമിറ്റഡ് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സെഞ്ച്വറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി നമ്മളെ സഹായിക്കുന്നു, നമ്മുടെ ഒപ്പം നിൽക്കുന്നു. അതുമാത്രമല്ല DTH റീചാർജുമുണ്ട്. ബിൽ പേയ്മെൻറ്റും വരും ദിവസങ്ങളിൽ അത് ഓപ്പൺ ആവും. ഇതൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റാണ്. അപ്ഡേഷൻ ഓൾറെഡി എല്ലാ സമയത്തും ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അതും നമുക്ക് ആസ്വദിക്കാം. ഇനി ഹൗ ഡു ഐ അസോസിയേറ്റ് വിത്ത് ദ സേവ് ആപ്പ്? നമുക്ക് ഇതിലേക്ക് എങ്ങനെയൊക്കെ അസോസിയേറ്റ് ചെയ്യാം, നമുക്ക് എങ്ങനെയൊക്കെ ഇതിലേക്ക് കടന്നു വരാം എന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്കൊരു ഫ്രീ യൂസേഴ്സായിട്ട് കടന്നു വരാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കടന്നു വരാം. രണ്ടാമതായിട്ട് ആക്റ്റീവ് യൂസേഴ്സായിട്ട്. ആക്റ്റീവ് യൂസേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. ആക്റ്റീവ് യൂസേഴ്സായിട്ട് കടന്നു വരുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്നത് ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. അത് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക അച്ചടക്കത്തിലേക്കുള്ള ഒരു മാർഗം അവിടെ തുറന്നു കിട്ടി. നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് നമ്മളൊരു സേവിങ് മെൻറ്റാലിറ്റി അവിടെ കിട്ടി. നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ഡെയിലി റൊട്ടീൻസൊക്കെ നിങ്ങളെ കൃത്യമായിട്ട് എങ്ങനെയെന്നതിനൊരു അടുക്കും ചിട്ടയും കൊണ്ടുവരാൻ നമ്മുടെ പ്രൊഡക്റ്റ് സഹായിക്കും. ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഫ്രീ രജിസ്ട്രേഷൻ എന്ന ആ പ്രോസസ്സിലൂടെ തന്നെ ആളുകളെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, കമ്മ്യൂണിറ്റി ഉണ്ടാക്കാം. അതായത് റെഫറൽ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊരു ആക്റ്റീവായി മെമ്പറായിക്കൊണ്ടും നിങ്ങൾക്ക് കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന എന്തൊക്കെ ബെനിഫിറ്റ് ആണെന്നും ഞാൻ പറഞ്ഞു തരാം. ഇനി അടുത്തത് ഫാമിലി യൂസേഴ്സ് ആയിട്ട് കടന്നു വരാൻ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് 3 പർച്ചേസ് ചെയ്യണം. ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ ഞാൻ മാത്രം ഉപയോഗിച്ചാൽ പോരാ, എൻ്റെ ഫാമിലിയിലുള്ളവരും ഉപയോഗിക്കണം. ഇത് ഒരു എഡ്യൂക്കേഷനായിട്ടുള്ളതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവരും ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ്. ഇത് ഉപയോഗിക്കുന്നതോടുകൂടി നമുക്ക് നല്ലൊരു മാറ്റം, അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ഒരു ഉന്നതി അതും ലഭിക്കും. അതിനും എല്ലാ വഴികളും ഇതിൽ ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ വിശദമാക്കാം. ഫസ്റ്റ്, ഫ്രീ യൂസേഴ്സ് ആയിട്ടാണ് കടന്നു വരുന്നതെങ്കിൽ അവർക്ക് ലഭിക്കുന്നത് ക്യാഷ് ബോണസ് ആയിട്ട് ഒരു 99 രൂപ. ഇത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ 50 രൂപ ക്യാഷ് വാലറ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ പിന്നീട് അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മൊബൈൽ റീചാർജ് ചെയ്യുന്ന സമയത്ത് ഒരു 49 രൂപയും ക്രെഡിറ്റ് ആവും വാലറ്റിൽ. അതിനും പുറമെ ക്യാഷ് ബാക്ക് ആയിട്ട് ഓരോ റീചാർജിലും നിങ്ങൾക്ക് 20% റീചാർജിൽ റവന്യൂ, അതായത് കമ്പനികൾക്ക് ഓരോ കമ്പനി പ്രൊവൈഡേഴ്സും എയർടെൽ, ഐഡിയ, വോഡഫോൺ, ജിയോ കൊടുക്കുന്ന കമ്പനി നൽകുന്ന കമ്മീഷൻ ഉണ്ടാവും. കമ്പനി ഓരോരുത്തർക്കും, അതായത് ജിയോ ആയാലും എന്തായാലും നമ്മുടെ ഈ ഒരു പ്രൊവൈഡേഴ്സിലൂടെ നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ കമ്പനിക്ക് ഒരു കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ 20% നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കമ്പനി തരും. ഫ്രീ യൂസേഴ്സായിട്ട് വന്നാലുള്ള ഒരു ബെനിഫിറ്റ്. സെക്കൻഡ്, നമ്മൾ റെഫറൽ ചെയ്യുകയാണിത്. റെഫറൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം തന്നെ. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. ആ റെക്കമെൻഡ് സോഷ്യൽ മീഡിയാസിലൂടെ നമ്മുടെ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ, ഫോർത്ത് ലെവൽ എന്ന രീതിയിൽ 20 ലെവലായിട്ട് നമുക്ക് ഒരു കമ്മീഷൻ കൂടി നമുക്ക് തരുന്നുണ്ട്. അത് ഫ്രീ ആയിട്ട് വരുന്നവർക്ക് 1% ആണ് കമ്മീഷൻ. ഓൺലി 1% ഫ്രീ രജിസ്റ്റർ ചെയ്ത് ഈ ഒരു മൊബൈൽ റീചാർജ് ചെയ്യാനുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നവർക്ക് 1% കമ്മീഷൻ. ഇത് ലെവൽ ഇൻകം എന്ന രീതിയിൽ 20 ലെവലിൽ ലഭിക്കും. എന്തെന്ന് ഈ ലെവൽ ഇൻകം എന്നൊക്കെ ഞാൻ വിശദമാക്കാം.
ഇവിടെ ഞാനൊരു ലെവൽ ഇൻകത്തിൻ്റെ സാധ്യത എന്ന് പറയുന്നത്, നമുക്കറിയാം ലെവൽ, അതായത് നമുക്ക് അച്ഛൻ, അപ്പൂപ്പന്മാർ, അല്ലെ മക്കൾ, മക്കൾ, കൊച്ചുമക്കൾ, ചെറുമക്കൾ എന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ. ഇതേ രീതിയിൽ നമുക്ക് നമ്മുടെ ഡയറക്റ്റ് റെഫറലായിട്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് വേണമെങ്കിലും റെഫറൽ ചെയ്ത് കൊണ്ടുപോകാം. അതൊക്കെ നമ്മുടെ ഫസ്റ്റ് ലെവലാണ്. അങ്ങനെ ഫസ്റ്റ് ലെവലിൽ നിന്ന് നമുക്ക് ഒരു 299 രൂപ വെച്ച് റീചാർജ് ചെയ്യുകയാണെങ്കിൽ വെറും 2 പേര് മാത്രമാണ് ഫസ്റ്റ് ലെവലിൽ ഉള്ളതെങ്കിൽ തന്നെ നമുക്കൊരു ചെറിയൊരു കാൽക്കുലേറ്റ് ചെയ്ത് ഒന്ന് ഇമേജ് ചെയ്ത് നോക്കാം. അവിടെ നമുക്ക് ഓൺലി 1% ഫ്രീ മെമ്പേഴ്സിന് ലഭിക്കുമെന്ന് പറഞ്ഞത് 2 പേരെ നമ്മൾ 299 രൂപ റീചാർജ് ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ലെവലിൽ 2 പേരെ റീചാർജിങ്ങിൻ്റെ ഒരു വരുമാനം 1%. സെക്കൻഡ് ലെവലിൽ നമ്മൾ വെറും 2 പേര് തന്നെ അവരുടെ ബഡ്ഡീസ്, അവരുടെ സ്നേഹിതർക്ക് 2 പേരോട് പറയുന്നു 2 റീചാർജ് എങ്കിലും ചെയ്യാൻ. അവരുടെ വീട്ടിൽ ഒരു 4 or 5 ഫോൺ ഉണ്ടാവും. നമ്മൾ പറയുന്നത് 2ൻ്റെ ഡ്യൂപ്ലിക്കേഷനാണ്. ഇവിടെ 2ൽ ഒതുങ്ങില്ല, നിങ്ങൾക്കറിയാം, നമുക്കറിയാം. കാരണം 4ഉം 5ഉം ഫോണും ഇല്ലാതെ ഒരു വീടുകളില്ല. അപ്പോൾ ഈ 2ൻ്റെ മൾട്ടിപ്പിളായിട്ട് പോയാൽ മാത്രം നിങ്ങൾ കമ്മ്യൂണിറ്റി അങ്ങനെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ലെവൽ അങ്ങനെ വളർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് റിയാലിറ്റി ആയിട്ട് എല്ലാ മാസം 28 ദിവസം കൂടുമ്പോൾ ഈ പറഞ്ഞ എല്ലാവരും റീചാർജ് ചെയ്യും. ഉറപ്പല്ലേ? കാരണം ഞങ്ങളും നിങ്ങളും എന്താണ് ചെയ്യുന്നത്? റീചാർജ് ചെയ്യാണ്ട് ഒരു സെക്കൻഡ് നമുക്ക് പറ്റില്ല. ഇതേ പ്രോസസ്സ് നമ്മുടെ കൊടുത്തവരും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ 1% വെച്ച് വരുമാനം. അത് നമ്മുടെ കമ്മ്യൂണിറ്റി വളർന്ന് 20 ലെവലിലും കൂടി നമുക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് 1,46,850 രൂപ മന്ത്ലി ഏൺ ചെയ്യാം. വലിയ അത്ഭുതമൊന്നുമല്ല ഇത്, ഒരു മാജിക് ഒന്നുമല്ല. കമ്മ്യൂണിറ്റി വളർത്തുക. ഞാൻ എന്ന വ്യക്തി എൻ്റെ അടുത്ത കൂട്ടുകാർക്ക് കൊടുത്തു, അവരുടെ കൂട്ടുകാർക്ക് കൊടുത്തു, അവരുടെ കൂട്ടുകാർക്ക് കൊടുത്ത് അങ്ങനെ ഫസ്റ്റ്, സെക്കൻഡ് ലെവൽ, തേർഡ്, 20 ലെവലിൽ നമുക്കിങ്ങനെ കൊടുത്തു പോകുന്നു. നമ്മൾ അവരെയൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക, കാര്യങ്ങൾ പറഞ്ഞ് ചെയ്താൽ നമുക്കൊരു പാസീവ് ഇൻകമാണ് ഇവിടെ ലഭിക്കാൻ പോകുന്നത്. അതായത് നമുക്കൊരു പെൻഷനാണ്. നമുക്ക് വരും കാലഘട്ടത്തിൽ വയ്യായികയായി കിടന്നാലും ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. കാരണം റീചാർജ് എന്ന പ്രോസസ്സ് ഇനി അടുത്ത കാലത്തൊന്നും നിൽക്കില്ല. ഇതാണ് ഇതിൻ്റെ പോസിബിലിറ്റി. അടുത്തത് ആക്റ്റീവ് യൂസേഴ്സ് ആയിട്ടാണ് ഇതിൽ കടന്നു വന്നതെങ്കിൽ നോക്കൂ, അവിടെ നമുക്ക് ഫുള്ളായിട്ടുള്ള ഈ ഒരു അസസ് നമുക്ക്, അതായത് നമ്മുടെ 16 ഫീച്ചേഴ്സുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാം. ഒന്നാമത്തെ ബെനിഫിറ്റ്. രണ്ടാമത്തത്, ഇതിൻ്റെ കൂടെ ഒരു മിനി വെബ്സൈറ്റ് നമ്മുടെ കമ്പനി തരുന്നുണ്ട്. ആ മിനി വെബ്സൈറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ മിനി വെബ്സൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എന്താണോ ഇതുവരെ ചെയ്ത ബിസിനസ് അതിനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ടൂള്. അതിൽ ഫസ്റ്റ് നിങ്ങളുടെ ലോഗോ കൊടുക്കാം, 4 വീഡിയോ അപ്ലോഡ് ചെയ്യാം, 12 ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. ഫോട്ടോ മാത്രമല്ല, നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ, റേറ്റ്, കാര്യങ്ങളൊക്കെ വെച്ച് അപ്ലോഡ് ചെയ്ത് ഒറ്റ ക്ലിക്കിൽ വേൾഡ് വൈഡ് ഡിജിറ്റലായിട്ട് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാം. അതിൻ്റെ വേറെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആ ക്ലിക്ക് ചെയ്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും നിങ്ങൾ അയച്ചു കൊടുക്കേണ്ട, എഡിറ്റ് വേർഷനാണ്. നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങൾ ആർക്കൊക്കെ സെൻഡ് ചെയ്തോ സോഷ്യൽ മീഡിയാസിലൂടെ അവർക്കൊക്കെ നിങ്ങളെ ആവശ്യമാണെങ്കിൽ നിങ്ങളോട് ആ ഒരു ഓപ്പൺ ചെയ്യേണ്ടത്, ആ ലിങ്കിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്താൽ നമ്മുടെ ആ ഒരു ലോകം, നമ്മുടെ ആ ഒരു വിശാലമായ ലോകം അവർക്ക് അവിടെ ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റും. നിങ്ങൾ എന്താണ് അവിടെ കൊടുത്തത് അതൊക്കെ അവർക്ക് മനസ്സിലാക്കാം ലൈവായിട്ട്. നിങ്ങൾ പെട്ടെന്ന് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അതും അവർക്ക് സ്പോട്ടിന് ലൈവായിട്ട് കാണാം. ഇതൊക്കെയാണ് പ്രത്യേകം. വരും കാലഘട്ടത്തിൽ നിങ്ങളുടെ മൊബൈലൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ ഈ ഒരു ലിങ്ക് ആരുടെയൊക്കെ കയ്യിലുണ്ടോ അവർക്കൊക്കെ നിങ്ങളുടെ ഈവൻ ലൊക്കേഷൻ, കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും അറ്റുപോകാതെ, ബന്ധം മുറിഞ്ഞു പോകാതെ സൂക്ഷിക്കാനും ഈ ഒരു മിനി വെബ്സൈറ്റ് ഉപകരിക്കും. അതിൻ്റെ സാധ്യത വലിയതാണ്. അത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും.
അല്ലാത്തവർ അത് പഠിച്ചു മനസ്സിലാക്കുക. നമ്മുടെ കമ്പനി കസ്റ്റമർക്ക് വേണ്ടിയാണ്. നിങ്ങൾ കസ്റ്റമർക്ക് വേണ്ടുന്ന ഒരു വലിയൊരു ടൂളായിട്ട് ഇതിനെ ഉപയോഗിക്കുക. ഇനി ഫ്രീ പർച്ചേസിങ് പോയിന്റ്, നമുക്ക് ഒരു പർച്ചേസിങ്ങിലൂടെ 4500 പർച്ചേസിങ് പോയിൻ്റാണ് ഇവിടെ ലഭിക്കുന്നത്, ടോട്ടലാണ്. അങ്ങനെയാണെങ്കിൽ ഈ പർച്ചേസിങ് പോയിന്റ് എന്തിനുള്ളതാണെന്ന് ഞാൻ ലാസ്റ്റ് സ്ലൈഡ് പറയും. ഇനി ഫ്രീ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആണ്, അത് ഒരു സ്റ്റോപ്പില്ല. കാരണം നിങ്ങളിത് പർച്ചേസ് ചെയ്യുന്ന സമയം മുതൽ നിങ്ങൾക്ക് എല്ലാ ഫ്രീ മെമ്പേഴ്സായിട്ട് വരുന്ന സമയം മുതൽ, ഞാൻ അങ്ങനെ പറയാം, ആക്റ്റീവ് മെമ്പേഴ്സായിട്ട് വരുമ്പോൾ ബെനിഫിറ്റ് ഡബിൾ ആവും. ഫ്രീ ആയിട്ട് വന്നാൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവിടെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഈ ബെനിഫിറ്റ് എന്തൊക്കെയാണ്? 4 ടൈപ്സ് ഓഫ് വർക്കിംഗ് ഇൻകം ഇവിടെയുണ്ട്. അതിന് പുറമെ റീചാർജിങ് ലെവൽ ഇൻകവും നമുക്ക് സ്പെഷ്യലായിട്ട് ഇവിടെ 2%. നേരത്തെ ഫ്രീ ആയിട്ട് വന്നവർക്ക് 1%, ഇവിടെ 2%. നോക്കൂ, നമ്മളൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെങ്കിൽ 1% റീചാർജ് റവന്യൂ വാങ്ങുന്നവർക്ക് ഒറ്റയടിക്ക് മന്ത്ലി അത് ഡബിൾ ആവുകയാണ്. 1 ലക്ഷം വാങ്ങുന്നവർക്ക് 2 ലക്ഷമാണ് അവിടെ അവസരം. ഇനി അടുത്തത് നോക്കാം. എന്താണ് ഇവിടെ ആക്റ്റീവ് യൂസേഴ്സിനുള്ള 4 തരം വർക്കിംഗ് ഇൻകമാണ് ഞാൻ പറയുന്നത്. 1 പേഴ്സണൽ സെയിൽസ് കമ്മീഷൻ, റഫറൽ ഇൻകം എന്നാണ് അതിനെ പറയുന്നത്. 2ാമത് ജനറേഷൻ സെയിൽസ് ഇൻസെൻറ്റീവ്, ലെവൽ ഇൻകം ആയിട്ടാണ്. 3ാമത്തത് ടീം ബിൽഡിംഗ് കമ്മീഷൻ, അതായത് ബൈനറി ആയിട്ടാണ്. ഇനി 4ാമത്തെ ഒരു ഇൻകം ഉണ്ട്, അത് ടീം വോളിയം ഇൻസെൻറ്റീവ് ആണ്, റാങ്ക്സ് ആൻഡ് ഇൻസെൻറ്റീവ് ആണ്. അതായത് ഇതിനെ ഒന്ന് സ്പെഷ്യലൈസ് ചെയ്യേണ്ടതുണ്ട്, ഞാൻ അടുത്ത സ്ലൈഡിൽ വിശദമായി പറയാം. ഇതിനൊക്കെ പുറമെ ആക്റ്റീവ് യൂസേഴ്സിന് ഡബിൾ ആണ് നമ്മുടെ റീചാർജ് വരുമാനത്തിൻ്റെ ഒരു ലൈവായിട്ട് കിട്ടാൻ പോകുന്നത്. ഇനി ഫസ്റ്റ് നമുക്ക് ലഭിക്കുന്നത് പേഴ്സണൽ സെയിൽസ് കമ്മീഷനാണ്. അത് പെർ ആക്ടിവേഷന് നമ്മൾ റഫറൽ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കമ്മ്യൂണിറ്റി ഉണ്ടാക്കാം. അവിടെ ഓരോ ആക്ടിവേഷൻ നടക്കുമ്പോൾ, ഓരോ പർച്ചേസിങ് നടക്കുമ്പോൾ, ഓരോ സെയിൽ നടക്കുമ്പോഴും നിങ്ങൾക്ക് 800 രൂപ പെർ ആക്ടിവേഷന് ലഭിക്കും. ഇവിടെ കമ്പനി ഒരു കാര്യം കൂടി, അതായത് ഒരു ആക്ടിവേഷൻ 1 BV, അത് മറന്നു പോകണ്ട. ഇതൊരു ഡയറക്റ്റ് സെല്ലിംഗ് ആണ്, അതുകൊണ്ടാണ് 1 BV. യു ക്യാൻ റഫറൽ ഗ്ലോബലി എനിവെയർ എനി ടൈം. അങ്ങനെ 1 BV ക്രമത്തിലാണ് നമുക്ക് എത്ര ഒരു ദിവസം നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നു അത്രയും നിങ്ങൾക്ക് 800 രൂപ ക്രമത്തിൽ. ഒരു 10 സെയിൽ ചെയ്താൽ 8000, 20 ചെയ്താൽ 16000, അങ്ങനെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാം. ഇനി ഇവിടെ അടുത്തത് ജനറേഷൻ സെയിൽസ് ഇൻസെൻറ്റീവാണ്. ഇത് നിങ്ങൾക്ക് തോന്നും 50, 10, 20, 30, 10, 20, 30, 10, 20, 30. എന്താണ് 10, 20, 30 ഇതാണോ എന്നൊക്കെ തോന്നും. നോക്കൂ ഡിയർ ഫ്രണ്ട്സ്, ഇതൊരു റഫറൽ എത്രത്തോളം ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം റഫറലിലൂടെ സംഭവിക്കുന്ന ആ ഒരു ലെവൽ ഇൻകമാണ്. 13 ജനറേഷനിലാണ് നമുക്ക് കമ്പനി തരുന്നത്. ഈ ജനറേഷൻ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെ 20 ലെവൽ റീചാർജ് വരുമാനം പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെയും. അച്ഛൻ, അപ്പൂപ്പൻ, മക്കള്, കൊച്ചുമകള്, മക്കള് എന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്ന റഫറൽ, ഫസ്റ്റ് റഫറൽ ഒരു 4 പേർ. ആ 4 പേരിൽ നിന്നും തുടങ്ങുന്ന അടുത്ത റഫറൽ അങ്ങനെ എത്രയായി 8 പേർ. 8 തുടങ്ങുന്ന അടുത്ത റഫറൽ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പോകണം. നമ്മൾ കൊടുത്തു, കൊടുത്തവർ കൊടുത്തു, അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നമ്മളിൽ ഒതുങ്ങുന്നില്ല. നമ്മൾ ഇവരെയൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ 13 ജനറേഷനായിട്ട് 50, 10, 20, 30. ഇതിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് 13ാമത്തെ ലെവലിൽ കൂടി 30 രൂപയാണ്. നോക്കൂ, ഇതിൻ്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ നോക്കൂ. ഇവിടെ ഞാൻ അതിൻ്റെ സ്ലൈഡ് കാണിക്കാം. നോക്കൂ, ഇവിടെ നോക്കൂ, ഈ പവർ ഓഫ് ദ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ആൾക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ലെവൽ ഇൻകമായിട്ട് 50 രൂപയാണ് ഫസ്റ്റ്.
അതൊരു 4 പേർക്കാണെങ്കിൽ 200 രൂപയായി. ഈ 4 പേരും അടുത്ത ജനറേഷനിലേക്ക് അവർക്ക് 4 പേരും 4 16 4 പേർക്ക് കൊടുത്തു പോയാൽ അവിടെ 16 പേരായി അടുത്ത ജനറേഷൻ, സെക്കൻഡ് ജനറേഷനിൽ. അവിടെ സെക്കൻഡ് ലെവലായിട്ട് നമുക്ക് ലഭിക്കുന്നത് 10 രൂപ ക്രമത്തിൽ 160 1 രൂപ അല്ലേ, 160 രൂപയാണ്. ഇനി അടുത്തത് മൂന്നാമത്തെ ലെവലിലാണെങ്കിൽ 20 രൂപ ക്രമത്തിൽ ആ 16 പേരും 4 പേർക്ക് കൊടുത്താൽ 64 പേരാവും. അവിടെ 1280 രൂപയാവും. ഇങ്ങനെ അത് മൾട്ടിപ്പിൾ ആയിട്ട് 256, 1024, 4096 ഇങ്ങനെ അത് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമാണ്. 247,116,1600 രൂപ. അങ്ങനെ വേണ്ട, നമുക്കിത് വായിച്ചാൽ ഒരു 242 കോടി ലഭിക്കുന്നു. അത്രയും ചിന്തിച്ചാൽ മതി. ഈ 242 കോടി ലെവൽ ഇൻകം ലഭിക്കുന്നത് ഈ ഒരു കൃത്യതയിലൂടെ പോയാലാണ്. നമുക്കത് പറ്റില്ല. ഒരു 10% പോയാൽ എന്താണ് സംഭവിക്കുക? ഇതിൻ്റെ ഒരു 10% ലെവൽ ഇൻകം നമുക്ക് ലഭിച്ചാൽ 242 കോടിയുടെ 10%, 242 കോടിയുടെ 10% ആയില്ലേ? 242 കോടി ആയില്ലേ? 24 കോടിക്ക് മുകളിലായില്ലേ? അതും വേണ്ട, 1% ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളോ ആരെങ്കിലും ഒരു എംപ്ലോയി 25-30 വർഷം അധ്വാനിച്ച് നമ്മുടെ ലൈഫ് ടൈം മുഴുവൻ അധ്വാനിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഖ്യ എന്ന് പറയുന്നത് 1,80,00,000 ഇവിടെ നമ്മൾ ലെവൽ ഇൻകം 1% മാത്രം നമ്മൾ കിട്ടിയാൽ 2,42,00,000 വേണ്ടി ഈ ലെവൽ ഇൻകം സഹായിക്കും. ഇതാണ് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. അതിന് ലെഫ്റ്റ് റൈറ്റ് ഒന്നുമില്ല, ഒരു ലൈനിൽ പോയാൽ മാത്രം മതി. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ടീം ബിൽഡിംഗ് കമ്മീഷനാണ്. ഇവിടെയാണ് ഒരു ടീമിനെ നമ്മൾ നയിക്കേണ്ടതും അവരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന നേട്ടങ്ങളും മനസ്സിലാവുന്നത്. ഇതൊരു ബൈനറി ഇൻകമാണ്. ഇവിടെ നമ്മൾ 2 ഓർഗനൈസേഷനായിട്ടാണ് നമ്മുടെ ടീമിനെ ബിൽഡ് ചെയ്യേണ്ടത്, നമ്മുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യേണ്ടത്. അങ്ങനെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുമ്പോൾ 2 ഭാഗങ്ങളിലായിട്ട് 2 ആക്ടിവേഷൻ നടക്കുമ്പോൾ, 2 പർച്ചേസ് നടക്കുമ്പോൾ അവിടെ 2 ഓർഗനൈസേഷനും കൂടി മാച്ച് ചെയ്യുമ്പോൾ ഒരു 400 രൂപ നമുക്ക് ലഭിക്കും. പെർ മാച്ചിങ്ങിന് 400 രൂപയാണ്. നമ്മൾ ഒരു ദിവസം 25 മാച്ചിങ് വരെ നമുക്ക് ചെയ്യാം. ടോട്ടൽ നമുക്കൊരു സീലിംഗ് ഡെയിലി വെച്ചിട്ടുണ്ട് 10,000. അത് 50,000 വരെ ഏൺ ചെയ്യാം. അതായത് 400 എന്നത് 600-ലേക്കും ഡെയിലി എന്നത് 10,000-ൽ നിന്ന് 15,000-ലേക്കും എത്തുന്നത് എങ്ങനെ, അത് ഞാൻ ഒരു സ്ലൈഡിൽ പറയാം. ഇങ്ങനെ നോക്കിയാൽ തന്നെ മന്ത്ലി ഒരു ഐഡിയിൽ കൂടി ഒരു പർച്ചേസിങ്ങിലൂടെ നിങ്ങൾക്ക് 3 ലക്ഷം മുതൽ 4.5 ലക്ഷം വരെ, എല്ലാം ലക്ഷവും കോടിയാണ് ഞാൻ പറയുന്നത്, റിയാലിറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടത് എന്താണെന്നും എങ്ങനെയാണെന്നും നാം കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിക്കാം. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും നമ്മുടെ കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ട്, ലീഡേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കൂ, ഫ്രീ ആയിട്ട് കടന്നു വരൂ, ആക്റ്റീവ് മെമ്പേഴ്സായിട്ട് വർക്ക് ചെയ്യൂ. ഇനി അടുത്തത് ടീം വോളിയം ഇൻസെൻറ്റീവാണ്. എന്താണ്? റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് 14 റാങ്കുകളിലായിട്ട് ഇവിടെ 10 കോടി വരെയാണ് ഇൻസെൻറ്റീവ്. പിന്നെയും കോടി. ഡിയർ ഫ്രണ്ട്സ്, ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ഇവിടെ 14 റാങ്കിൽ 7 റാങ്കും 8ാമത്തെ റാങ്കിലേക്കും എത്തുന്ന ആളുകൾ ഓൾറെഡി ഉണ്ട്. റിയാലിറ്റിയാണ് പറയുന്നത്. ഇതിൽ ആദ്യത്തെ റാങ്ക് 1 മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ന റാങ്കിൽ എത്തുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? വെറും 4 പേർക്ക് അവിടെ പെർ മാച്ചിങ് 4 BV അവിടെ മാച്ച് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ 4 പേർ അതായത് മാച്ചിങ് എന്ന് പറയുമ്പോൾ 4 8 പേര് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി. ഇവിടെ
നമ്മൾ ഡയറക്റ്റ് 2 പേരെ കൊണ്ടുവന്നിട്ടുള്ളൂ. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളണേ. ഇനി അടുത്തത് രണ്ടാമത്തത് സീനിയർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ്. ഇവിടെ 12 BV ആണ് മാച്ച് ചെയ്യുന്നത്. അവിടെ നമുക്ക് 1000 രൂപ, ആദ്യത്തേത് 500 രൂപ കിട്ടി, രണ്ടാമത്തെ റാങ്കിൽ 1000 രൂപ ഇൻസെൻറ്റീവായിട്ട്. ഇൻസെൻറ്റ് ലോഡഡ് ബൈനറി ആണ്, ഒന്നും ഇവിടെ വേസ്റ്റ് ആവുന്നില്ല. അതും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നമുക്ക് നേരത്തെ കിട്ടിയ ലെവൽ ഇൻകം എത്രയാണ്? 25 പെർ ഡേ എങ്കിൽ അത് 26 ആയാൽ അവിടെ വേസ്റ്റ് ആകുന്നില്ല, ഇവിടെ ലോഡ് ചെയ്യാണ്. ആ 25, 26 ഒരു ദിവസം നിങ്ങൾക്ക് ലെവൽ ഇൻകം വന്നിട്ടുണ്ടെങ്കിൽ ആ BV ഒക്കെ ഇവിടെ ലോഡ് ചെയ്യാണ്. ഇവിടെ നോക്കൂ, മൂന്നാമത്തെ റാങ്കിൽ 30 BV മാച്ച് ചെയ്യുമ്പോൾ 2000 രൂപ അഡീഷണൽ. നേരത്തെ പറഞ്ഞ 800, 50 ലെവൽ ഇൻകം മറ്റുള്ളതൊക്കെ കിട്ടി. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 4, അതായത് ടോട്ടൽ 2 ആദ്യം, പിന്നെ 1 കൂടി നിങ്ങൾ ഡയറക്റ്റ് റെഫർ, പിന്നെ 1 കൂടി ഡയറക്റ്റ് റെഫർ, പിന്നെ 1 കൂടി ഡയറക്റ്റ് റെഫർ. അങ്ങനെ 4ാമത്തെ റാങ്കിൽ എത്തുമ്പോൾ 4000 രൂപ 80 BV മാച്ച് ചെയ്യുമ്പോൾ അവിടെ 1 കൂടി 5 ഡയറക്റ്റ് റെഫറൽ ടോട്ടലായി. ഇനി 5ാമത്തെ ടീം ഡെവലപ്മെൻറ്റ് ഓഫീസർ ആകുമ്പോഴേക്ക് 200 BV ആണ് മാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ടീം വർക്കാണ്. 4, 12, 30, 80 എല്ലാവരും കൂടിയാണ് 200-ലെത്തുന്നത്. നിങ്ങൾ ഒറ്റയ്ക്കല്ല 200-ലെത്തുന്നത്. അങ്ങനെ 200-ലെത്തുമ്പോൾ നമ്മുടെ റാങ്ക് നമുക്ക് ടീം ഡെവലപ്മെൻറ്റ് ഓഫീസർ ആവും. അപ്പോൾ നമുക്ക് 10,000 നമുക്ക് എക്സ്ട്രാ ലഭിക്കും. അവിടെ നമ്മൾ 2 റെഫറലെങ്കിലും ആ സമയത്ത് ഇൻസെൻറ്റീവ് ലഭിക്കണമെങ്കിൽ കൊടുക്കണം. ഇനി 6ാമത്തെ സീനിയർ ടീം ഡെവലപ്മെൻറ്റ് ഓഫീസർ ആകുമ്പോഴേക്ക് നമുക്ക് 500 BV-ലെത്തണം. 200, 80, 30, 12, 4 ഇവരെല്ലാവരും കൂടി ഒരുമിച്ചിട്ടാണ് ഈ 500-ലെത്തുന്നത്. അതിനെന്തെങ്കിലും വിഷമം ഉണ്ടാകും. ഈ ടീം ഒരുമിച്ച് പ്രവർത്തിച്ചിട്ട് ചെയ്യുന്നത് 200 ആൾ ഓരോ ആളെ കൊണ്ടുവന്നാൽ 400-ലെത്തി അല്ലേ? ആ 80 ആൾ ഓരോ ആളെ കൊണ്ടുവന്നാൽ 160-ലെത്തി. അങ്ങനെ നിങ്ങൾ ചിന്തിക്കൂ. അങ്ങനെ ഫോക്കസ് ചെയ്ത് നമ്മൾ ടൈം ടു പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്താൽ ഇത് സിമ്പിളാണ്. ഇപ്പോൾ 7, 8 റാങ്കിലെത്താൻ ആളുകളായി, 7 റാങ്കിൽ കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ ഇനി അടുത്തത് 7ാമത്തെ റാങ്കിൽ 1200. ഈ 500 എന്ന BV-ലെത്തുമ്പോൾ ഒരു സ്പെഷ്യൽ ഓഫർ കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. അത് ജനുവരി, അതായത് ഈ മാർച്ച്, അടുത്ത 25 മാർച്ച് 31 കൂടി അവസാനിക്കുന്ന ഒരു ഓഫറാണ്. 1 ഇയർ ഓഫറാണ്. അത് ആരാണോ ആദ്യം 500 BV-യിലേക്ക് ഈ സ്റ്റാർട്ടിങ് ജനുവരി മുതൽ ഈ ഒരു മാർച്ച് 25, 31 വരെ നിങ്ങൾക്ക് 2025, 31 വരെ ആണ് ഇതിൻ്റെ കാലാവധി. അതിലിടയ്ക്ക് ആദ്യത്തെ 20 പേർക്ക് 500 BV-യിലെത്തുന്ന 20 പേർക്ക് 1 പവൻ വീതം കമ്പനി ഓഫറും വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് 7ാമത്തത് 1200. അവിടെ 40,000. അവിടെ ഡയറക്റ്റ് ടോട്ടൽ 14 റെഫറൽ ഉണ്ടാവും. ഇനി 8ാമത്തെ സീനിയർ മാനേജറാണ്. ഇത്ര വരെ ഞാൻ കൃത്യമായിട്ട് പറയാം, കാരണം 4000 BV മാച്ച് ചെയ്യുമ്പോൾ ഇനി ഒരു വലിയൊരു ഓഫർ കൂടിയുണ്ട് ഇവിടെ. 4000 BV-യിൽ ഫസ്റ്റ് എത്തുന്ന വ്യക്തികൾക്ക് 21 പവനാണ് കമ്പനി ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇന്നത്തെ ഗോൾഡ് റേറ്റ് 15 ലക്ഷത്തിൽ കൂടുതലായി. ഓൺലി ഓഫർ മാർച്ച് 31, 2025 അവസാനിക്കുന്ന ഓഫർ. ഇന്ന് കടന്നു വരുന്നവർക്ക് വരെ ഇത് അച്ചീവ് ചെയ്യാം. ഇനി അടുത്തത് ഡെപ്യൂട്ടി ജനറൽ മാനേജറാണ്, ജനറൽ മാനേജറാണ്, സീനിയർ ജനറൽ മാനേജർ. 1.5 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം, 20 ലക്ഷം, അങ്ങനെ 1,60,00,000. പിന്നീട് 5 കോടി, 2 കോടിയുടെ വില്ല, 50 ലക്ഷത്തിൻ്റെ ഗോൾഡ്. ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു 14 റാങ്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇന്നും ഇത് സ്റ്റാർട്ടിംഗ് ആണ്. നമ്മുടെ കമ്പനിയുടെ സ്റ്റാർട്ടിംഗ് ലെവലാണ്. നിങ്ങൾക്ക് ഏതൊരു വ്യക്തികൾക്കും, ഇപ്പോൾ കടന്നു വരുന്ന വ്യക്തികൾക്ക് വരെ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും. അത്രയും സിമ്പിളാണ്. നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഒരു സെർട്ടനിറ്റി, അതായത് ഉറപ്പ് വരുത്തുക. ആ പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യാനുള്ള ഒരു ഉറപ്പ് വരുത്തുക. കണ്ടിന്യൂ ആയിട്ട് നിങ്ങളത് സെയിൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. അങ്ങനെ കമ്മ്യൂണിറ്റി ഓട്ടോമാറ്റിക് വളരുമ്പോൾ നമുക്ക് ഈ റാങ്കുകളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു സാധ്യത. നമ്മളതിന് പ്രത്യേകിച്ച് എഫേർട്ട് എടുക്കണം. നമ്മൾ സെയിലിംഗ് എന്ന പ്രോസസ്സ് കംപ്ലീറ്റ് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക. ആ പ്രോസസ്സ് നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുക എന്ന പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ തന്നെ ഇതിലേക്കെല്ലാം ഓട്ടോമാറ്റിക്കലി എത്തും. അതിൻ്റെ ഒപ്പം നമുക്ക് ഈ ഒരു, അതായത് ആക്റ്റീവ് മെമ്പേഴ്സിന് ലെവൽ ഇൻകത്തിൽ റീചാർജ് വരുമാനത്തിൽ 2% ആണ്. നേരത്തെ പറഞ്ഞ 1,46,000 ആ ഒരു വരുമാനം വാങ്ങിക്കുന്ന ഫ്രീ മെമ്പേഴ്സ് ആയിട്ടുള്ളവർക്ക് ആക്റ്റീവ് യൂസേഴ്സ് ആയിട്ട് കടന്നു വന്നാൽ അത് 2,96,000 കൂടുതലായിരിക്കും ആ ഈ മന്ത്ലി കിട്ടേണ്ടത്.
അത് ഡബിളിങ്, അതായത് ഫ്രീ ആയിട്ട് വരുന്നവർക്കും ബിസിനസ് ആയിട്ട് ആക്റ്റീവ് ചെയ്യുന്നവർക്കുമുള്ള ഒരു ഡിഫറൻറ്റ്. നമ്മളൊരു ഷോപ്പ് തുടങ്ങുന്നു, അതിന് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ലക്ഷങ്ങൾ വേണം. ഇവിടെ വെറും ഒരു 4719 രൂപ കൊടുത്ത് നമുക്ക് ഇതൊരു വലിയൊരു സംരംഭം, എൻ്റർപ്രണർഷിപ്പിലേക്ക് പോകാനുള്ള ഒരു അവസരം, അതും വെറും മൊബൈൽ ഫോൺ, ആൻഡ്രോയിഡ് മൊബൈൽ കയ്യിലുള്ള ഏത് വ്യക്തികൾക്കും സിമ്പിളായിട്ട് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇനി ഫാമിലി യൂസേഴ്സ്, അതാണ് ഇനി അടുത്തത്. ഫാമിലി യൂസേഴ്സിൻ്റെ ഒരു പ്രത്യേകമായി ശ്രദ്ധിക്കണം. കാരണം ഇതിലൂടെ തന്നെ നമുക്ക് ഓരോ റാങ്കും അച്ചീവ് ചെയ്യാനുള്ള അവസരം ഒളിഞ്ഞു കിടപ്പുണ്ട്. കാരണം ഫാമിലി യൂസേഴ്സ് എന്ന് പറയുന്നത് 3 പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളെയാണ് ഫാമിലി യൂസേഴ്സ് എന്ന് പറയുന്നത്. ഈ 3 പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ആ പെർ പ്രൊഡക്റ്റിന് 1 BV 3 BV ആണ് അവിടെ കയറുന്നത്. 3 ID ആണ് അവിടെ വർക്കിംഗ് ആയിട്ട് ലഭിക്കുന്നത്. വർക്കിങ്ങിനായിട്ട് 3 ID അവിടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രീ പർച്ചേസിങ് പോയിന്റ് 14,500 അഡീഷണൽ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അത് സേവ് ചെയ്ത് വെച്ചാൽ നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്കതും എൻജോയ് ചെയ്യാം. ഇനി ഫാമിലി യൂസേഴ്സായിട്ട് കടന്നു വരാനുള്ള ഒരു ക്രൈറ്റീരിയ, അതായത് നമ്മൾ അതെങ്ങനെ കടന്നു വരുമെന്ന് ചോദിച്ചാൽ അതിലേക്ക് 3 ID ഒരുമിച്ച് ഒരു ദിവസം അടിക്കണം. ഒരേ പേരിലായിരിക്കണം, ഒരേ ഇമെയിൽ IDയിലായിരിക്കണം. അങ്ങനെ 3ഉം ഒരേ കറക്റ്റ് സ്പെല്ലിങ്ങിലോ ഡോട്ടിലോ ഒന്നും വ്യത്യാസം വരാതെ അടിച്ച് സ്വന്തമായിട്ട് ഫാമിലി യൂസേഴ്സായിട്ട് സ്മാർട്ട് SPO ആയി മാറുന്ന ഓരോ വ്യക്തികൾക്കും 3% മൊബൈൽ റീചാർജ് റവന്യൂ, നേരത്തെ പറഞ്ഞ 1.5 ലക്ഷം എന്നുള്ളത് 3 ലക്ഷവുമല്ല, ഒന്നുകൂടി 1% കൂടി 4.5 ലക്ഷം. കമ്മ്യൂണിറ്റി വളരുന്തോറും നിങ്ങളുടെ വരുമാനം അങ്ങനെ കൂടുകയാണ്. അതിന് വെറും 14,157 രൂപ അല്ല, അതായത് 11,997 പ്ലസ് GST, 18% GST കൊടുത്ത് ഇതിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്കാണ് ഇത് ലൈഫ് ടൈം എൻജോയ് ചെയ്യാം. ഇതിനൊക്കെ പുറമേ ഒരു നോൺ വർക്കിംഗ് ഇൻകം 3,12,000 രൂപ കൂടി നമ്മുടെ കമ്പനി ഒരു ബോണസ് എന്ന പോലെ നമുക്ക് തരുന്നുണ്ട്. അത് നമ്മുടെ കോൺട്രിബ്യൂഷനോട് കൂടി തന്നെയാണ്. അതും നിങ്ങൾ ആരാണോ ഇതിലേക്ക് കൊണ്ടുവരുന്നത് അവരോട് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് വിശദീകരിച്ച് തരും. അപ്പോൾ ഈ 3,12,000 എന്നത് സേഫാണ്. അത് കിട്ടണമെങ്കിൽ എങ്ങനെ? കമ്പനിയിൽ ഈ ഫാമിലി യൂസേഴ്സായിട്ട് വരുന്നവരെല്ലാം ഒറ്റ ലൈനിൽ ഇങ്ങനെ വരും. അതിൽ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള വ്യക്തി ഉണ്ടാവും, ആദ്യം കടന്നു വന്ന വ്യക്തി. അവർക്ക് ശേഷം ഒരു 8 പേര്, 1 2 3 4 5 6 7 8 പേര് എവിടുന്നെങ്കിലും ആയിട്ട്, ഇതൊരു ടെക്നിക്കലാണ്, എപ്പോഴും എവിടുന്ന് മൊബൈലിൽ വെച്ച് നമുക്കിത് പർച്ചേസ് ചെയ്യാം, ആക്ടിവേറ്റ് ചെയ്യാം, സ്മാർട്ട് SPO ആകാം. അങ്ങനെ ആ പ്രോസസ്സ് ഇങ്ങനെ 8 പേരെന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ ആദ്യത്തെ സീനിയറായ വ്യക്തികൾക്ക് 12,000 രൂപ. ഈ 12,000 ലഭിക്കണമെങ്കിൽ ഒരാളെ ഡയറക്റ്റ് റെഫറൽ കൊടുക്കണം. എന്നാൽ ഇവിടെയും ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഇവിടെ നിങ്ങൾക്ക് 12,000 രൂപ ഒരാളെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഒന്നുകൂടി ആ ക്യാപിറ്റൽ 12,000 ക്യാഷ് വാങ്ങിക്കാതെ ആ മൂലധനം ഒന്നുകൂടി അവിടെ കൊടുത്തുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് 2 ഫാമിലി പാക്ക് അവിടെ എടുക്കാൻ അവസരം കമ്പനി തരുന്നുണ്ട്. അങ്ങനെ 2 ഫാമിലി പാക്ക് എന്ന് പറയുമ്പോൾ 3,12,000 ഇൻറ്റു 2 6,24,000 അഡീഷണൽ ആയിട്ട് ടോട്ടൽ ആദ്യം എടുത്ത 3 6 9,36,000 രൂപ അവിടെ ഒരു സേവിങ് പോലെ കിടക്കും. ഇന്നല്ലെങ്കിൽ നാളെ അത് നമുക്ക് കമ്പനിയുടെ ആ ഒരു ഫാമിലി പാക്കിൻ്റെ ഗ്രോത്തിനനുസരിച്ച് 8 8 8 8 16 പാക്കാകുമ്പോൾ ആദ്യത്തെ 12,000, ഇങ്ങനെ 16 പേർക്ക് ആ 12,000 കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത 60,000, 60,000-ൻ്റെ അങ്ങനെ ഒരു 16 പേർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത 2,40,000. അങ്ങനെ അതിൻ്റെ പ്രോസസ്സ് അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകും. അതിനു വേണ്ടി ആരും വരരുത്. ഇത് കിട്ടിക്കൊള്ളും. പക്ഷെ നമ്മൾ വരേണ്ടത് 3% റീചാർജ് വരുമാനം കിട്ടും,
നമുക്ക് എല്ലാ തരത്തിലുള്ള ബെനിഫിറ്റും നമുക്ക് എൻജോയ് ചെയ്യാവുന്ന വർക്കിംഗ് ഇൻകം, അതാണ് മെയിൻ. 3 ID ലഭിക്കും. 3ലും കൂടി ആ ഒരു 3%. നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി വളരുന്നതിനനുസരിച്ച് എത്രത്തോളം ഏൺ ചെയ്യാൻ പറ്റും, അതൊക്കെ നമുക്ക് ഈ ഒരു ഫാമിലി പാക്കിലൂടെ കിട്ടും. അതുമാത്രമല്ല, ഈ ഫാമിലി പാക്കിലൂടെ ലഭിക്കാൻ പോകുന്നത് റീചാർജ് വരുമാനം 3% ആകും എന്ന് മാത്രമല്ല, CCM ബോണസ്, CCM ഇയർലി ബോണസ്, DCM ബോണസ്, ഇതൊക്കെ ഫാമിലി പാക്കുമായിട്ട് കണക്റ്റ് ആകുന്നുണ്ട്. ഞാനൊന്ന് പറയാം. ഇനി അടുത്തത് ക്ലബ് ബോണസ് ആണ് പറയാൻ പോകുന്നത്. ക്ലബ് ബോണസ് എന്നത് ബൈനറി ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ്. ഈ ബൈനറി 400 രൂപയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ബൈനറി ആയിട്ട് വരുന്നത് 400 രൂപ. ഈ 400 രൂപ ബൈനറി നമുക്ക് 600 രൂപ വരെ എത്തുന്നത് എങ്ങനെയെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നോക്കൂ, നിങ്ങൾ കടന്നു വന്നു. ആ കടന്നു വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ കൂടെ കടന്നു വന്ന 2 പേരെയെങ്കിലും, 2 ഡയറക്റ്റ് റെഫറലിലുള്ള 2 പേരെയെങ്കിലും നിങ്ങൾ ഫസ്റ്റ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് അച്ചീവ് ചെയ്യിപ്പിക്കാനുള്ള എല്ലാ സഹായവും ഫോളോ അപ്പും ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതിന് കൊണ്ട് നമുക്ക് ലീഡേഴ്സിനായിട്ടുള്ള ഒരു എക്സ്ട്രാ ബെനിഫിറ്റാണ് 10% ഫില്ലേഴ്സ് ക്ലബിലേക്ക് നമുക്ക് തരുന്നത്. ഫില്ലേഴ്സ് ക്ലബ്, ബ്ലൂമേഴ്സ് ക്ലബ്, ലീഡേഴ്സ് ക്ലബ്, വിന്നേഴ്സ് ക്ലബ്, റോക്കേഴ്സ് ക്ലബ്, അങ്ങനെ 5 ക്ലബ്ബുകളിലുമായിട്ട് 10%, 20%, 30%, 40%, 50%, അങ്ങനെയാണ് ടോട്ടൽ നമുക്ക് ബൈനറി 600ലേക്ക് എത്തുകയാണ്. നമ്മൾ കൂടെ വന്നവരെ ഓരോ റാങ്ക്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ള രീതിയിൽ 4th, 5th റാങ്കിൽ എത്തിക്കുമ്പോൾ നമുക്ക് ബൈനറി 600ലേക്ക് ലൈഫ് ടൈം ആയിട്ടാവും. സിമ്പിൾ. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. ഇതുപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇവിടെ CCM ബോണസ് കൂടി കിട്ടാനാണ് പോകും. എങ്ങനെ? ആ ഫാമിലി പാക്ക് തന്നെയാണ് ഇവിടെയും. നിങ്ങൾ 10 ഡയറക്റ്റ് പേരെ ഫാമിലി പാക്ക് എടുപ്പിക്കുക. ഡയറക്റ്റ് റെഫറലിൽ 10 പേരെ ഫാമിലി പാക്ക് എടുപ്പിച്ചാൽ നിങ്ങളൊരു CCM മെമ്പറായി. 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഈ ഒരു സെഞ്ച്വറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലെ CCM മെമ്പർ. അവിടെ നമുക്ക് കാത്തിരിക്കുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വിചാരിച്ചാൽ, മന്ത്ലി നമ്മൾ ഏൺ ചെയ്യുന്ന ബൈനറി ആയാലും അതായത് ബൈനറിയായും ലെവൽ ഇൻകമായിട്ടൊക്കെ ലഭിച്ചുകൊണ്ടിരുന്ന ആ ഒരു മന്ത്ലി ഇൻകത്തിൻ്റെ 5% അഡീഷണൽ ആയിട്ട് 5%. 3 ലക്ഷം വാങ്ങിക്കുന്നവർക്ക് അതിൻ്റെ 5%, 4.5 ലക്ഷം വാങ്ങുന്നവരാണെങ്കിൽ അതിന് 5% അഡീഷണൽ ആയിട്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ റിയാലിറ്റി. ഇനി അതിനും പുറമെയാണ് ഈ കോർ കമ്മിറ്റി അംഗമാകുന്ന ഓരോ വ്യക്തികൾക്കും കമ്പനിയിൽ ടോട്ടലി നടക്കുന്ന റീചാർജിങ് റവന്യൂവിൽ നിന്ന് 10% നമുക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കും. നമുക്ക് എന്ന് പറയാൻ കാരണം ഞാൻ ഇതിലൊരു CCM അംഗമാണ്. കോർ കമ്മിറ്റി അംഗമായതുകൊണ്ടാണ് നമുക്ക് വേണ്ടി മാറ്റിവെച്ചു എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു കോർ കമ്മിറ്റി അംഗമാകാൻ സാധിച്ച വ്യക്തികൾക്ക് അടുത്ത ഒരു നേട്ടം എന്ന് പറയുന്നത് DCM ബോണസിലേക്ക് കയറാം. എങ്ങനെ? അതിനു വേണ്ടത് കോർ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള 10 പേരെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. മനസ്സിലായോ? നിങ്ങൾ ആദ്യം ഒരു ഫാമിലി പാക്ക് എടുക്കുക. അതിനുശേഷം 10 മെമ്പേഴ്സിന് ഫാമിലി പാക്ക് കൊടുക്കുക ഡയറക്റ്റായിട്ട്. അതിനുശേഷം നിങ്ങൾ 10 മെമ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത കോർ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള 10 പേരെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ DCM ബോണസ്, അതായത് 10%, നേരത്തെ പറഞ്ഞ ആ ഒരു 5%ന് ഒരു 5% കൂടി കൂടുതൽ മന്ത്ലി നിങ്ങൾ ഏൺ ചെയ്യുന്ന പൈസ. അതിനൊക്കെ പുറമെ നമുക്ക് ഡയറക്റ്റ് ബോർഡിലേക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾക്ക് അതിൽ അംഗമാകാൻ സാധിക്കും. മതിയ 26 വർഷം തെളിയിച്ച ഒരു കമ്പനിയുടെ ഡയറക്റ്റ് ബോർഡിലേക്കും നമുക്ക് കയറാനുള്ള ഒരു ചാൻസ്. ഇതൊക്കെയാണ് നമ്മുടെ സെഞ്ച്വറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൽ കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് വന്നാൽ കൂടി നമുക്ക് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്.
ഇനി നമുക്ക് ഇനിയും കാര്യങ്ങൾ അപ്ഡേഷൻ പുതിയത് സേവ് കാർട്ടിൻ എന്ന ഒരു സംഭവം ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം കൂടി വരികയാണ്. ഈ സേവ് കാർട്ടിൻ ഫ്ലിപ്കാർട്ട് ആമസോൺ പോലത്തുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ കമ്പനി കൊണ്ടുവരുന്നുണ്ട്. അത് അടുത്ത 25 ഓൾറെഡി അത് ലോഞ്ച് ആവും. ഇപ്പോഴേ പർച്ചേസിങ് പോയിന്റ് നേരത്തെ പറഞ്ഞ 4500 14,500 പർച്ചേസിങ് പോയിന്റ് ഒക്കെ അവിടെ സേവ് ചെയ്ത് വെച്ചാൽ അത് എന്തൊക്കെയാണെന്നൊന്നും കൂടി ഞാൻ പരിശോധിക്കാം. ഫസ്റ്റ് രജിസ്റ്റർ ചെയ്ത് വരുന്ന വ്യക്തികൾക്ക് 500 പർച്ചേസ് പോയിന്റ്. സെക്കൻഡ്, അതിൻ്റെ സ്പോൺസർ ആരാണ് അവർക്ക് 100 പർച്ചേസിങ് പോയിന്റ്. ഇനി ഇത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് ഒരു 7 ദിവസത്തിനുള്ളിൽ നമ്മൾ അത് ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ 4000 പർച്ചേസ് പോയിന്റ്. അങ്ങനെയാണ് ടോട്ടൽ 4500 പർച്ചേസ് പോയിന്റ് ലഭിക്കുന്നത്. ഇനി അത് രജിസ്റ്റർ ചെയ്തവരൊന്നും പെട്ടെന്ന് ആക്ടിവേറ്റ് ചെയ്തില്ല, ഒരു 14 ദിവസം കൂടിയാണ് ആക്ടിവേറ്റ് ചെയ്തതെങ്കിൽ വെറും 2000 പർച്ചേസിങ് പോയിന്റ് അവിടെ ലഭിക്കും. നിങ്ങൾ ഈ പറഞ്ഞ ഡേറ്റിനൊന്നും റീചാർജ് അത് ആക്ടിവേറ്റ് ചെയ്തില്ല, പർച്ചേസ് ചെയ്തില്ലെങ്കിൽ കൂടി സ്പോൺസർക്ക് 500 പർച്ചേസിങ് പോയിന്റ് ലഭിക്കും. പിന്നെന്താ വേണ്ടത്? നിങ്ങളുടെ കൂട്ടുകാരും സഹോദരികളും നമ്മുടെ ഫ്രണ്ട്സുമാരും ഇവിടെ വരുമ്പോൾ ഇതൊന്നും നഷ്ടപ്പെടുത്താതെ കാര്യം മനസ്സിലാക്കി കൊടുക്കുക. കാരണം കടന്നു വരുന്നത് ബിസിനസ്സിനാണെങ്കിൽ ഇതൊക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക. ഇത് തന്നെയാണ് നമ്മുടെ കർത്തവ്യം. മാത്രമല്ല നമുക്ക് ഇത് റിന്യൂവൽ ചെയ്യുമ്പോൾ ഈ കൊല്ലത്തിലുള്ള അപ്ഡേഷനാണ്, ഇത് ഒരു IT പ്രൊഡക്റ്റാണ്. ഇത് റിന്യൂ ചെയ്യുമ്പോൾ ഈ ഒരു റിഡീം ചെയ്യാനുള്ള പോയിന്റ് വെച്ച് നമുക്ക് ഇതിനെ ഒന്ന് കൺവേർട്ട് ചെയ്ത് നമുക്കതിൻ്റെ കൂടെ ചെറിയ പൈസ കൊടുത്തുകൊണ്ട് നമുക്ക് റിന്യൂവൽ ചാർജും നമുക്ക് ഇതിലൂടെ ലാഭിക്കാം. അതിന് വേണ്ടുന്ന ഒരു പ്രിപ്പറേഷൻ ഇപ്പോഴേ തുടങ്ങാം. വേറെ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഈ ഒരു സംരംഭത്തിൽ വിജയിക്കാൻ നമുക്ക് ഫ്രീ ആയിട്ട് 1 രൂപ പോലും മുതൽ മുടക്കില്ലാതെ ലൈഫ് ടൈം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനാണ് നമ്മൾ കമ്പനി പറയുന്നത്. ഉപയോഗിച്ചുകൊണ്ട്, അതായത് റീചാർജും മൊബൈൽ റീചാർജും DTHും ലൈഫ് ടൈം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിലൂടെ ഒരു നല്ല വരുമാനം. അത് ആക്റ്റീവ് മെമ്പേഴ്സായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ലൈഫ് ടൈം ഉപയോഗിക്കാം. അതിലൂടെ അത് മിനി വെബ്സൈറ്റും നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അതിന് പുറമേ നമുക്കൊരു അടിപൊളി ഓഫർ 18/4/2024 തുടങ്ങി 31/3/2025 അവസാനിക്കുന്ന അടിപൊളി ഒരു ഓഫറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യം 4000 BV മാച്ച് ചെയ്യുന്ന ആദ്യത്തെ ഒരു വ്യക്തിക്ക് 21 പവനും, രണ്ടാമത്തെ ആരാണോ എത്തുന്നത് അവർക്ക് ഒരു 11 പവനും 11 പവനുമാണ് അവിടെ നമ്മളെ കമ്പനി അവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇത് വലിയൊരു ഓഫറാണ്. ഇതാരും മിസ് ചെയ്യരുത്. ഇതിനു വേണ്ടി കറക്റ്റ് നമ്മളൊരു കമ്മ്യൂണിറ്റി ടീമായിട്ട് വർക്ക് ചെയ്താൽ നമുക്ക് ഓരോരുത്തർക്കും ഇതിലേക്ക് എത്താൻ പറ്റും. ഇനി അടുത്തത് ഒരു 500 BVയിലേക്ക് ആദ്യം എത്തുന്ന 20 വ്യക്തികൾക്ക് 1 പവൻ വീതം ഗോൾഡ് അതും കമ്പനി തരുന്നുണ്ട്. കാലാവധി എന്ന് പറയുന്നത് 18/3/2024 തുടങ്ങി 31/3/2025 അവസാനിക്കുന്നു. ഇതിനൊക്കെ നമ്മൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെ ചെയ്യേണ്ടൂ. എന്താണ് ഒന്ന് ഞാൻ കമ്പനിയെ പറ്റി ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ, ഒന്നുകൂടി നമുക്ക് പറയുകയാണെങ്കിൽ 26 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനിയാണ്. ERP മോഡൽസുള്ള സോഫ്റ്റ്വെയർ ആണ് ഓൾറെഡി സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കസ്റ്റമൈസ് ആയിട്ട് വേൾഡ് വൈഡ് ആയിട്ട് മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ലീഗലായിട്ട് നോക്കുവാണെങ്കിൽ 100% ലീഗലി ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. നമ്മുടെ പ്രൊഡക്റ്റ് ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെയാണ്. സേവ് മൈ പേഴ്സണൽ ആപ്പാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ യുണീക്ക് മാർക്കറ്റിംഗ് കോമ്പൻസേഷൻ പ്ലാൻ ഉണ്ട്. വേൾഡ് വൈഡ് മാർക്കറ്റ് ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് ഒന്നും തന്നെ കൊടുക്കേണ്ട ലൈഫ് ടൈം ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഹയസ്റ്റ് പേയിങ് കോമ്പൻസേഷൻ പ്ലാനും പാസ്റ്റ് പേ ഔട്ടാണ്. ഇന്ന് നമ്മൾ ഒരാൾക്ക് ഡയറക്റ്റ് റെഫർ ചെയ്താൽ പിറ്റേത്തെ ദിവസം 800 രൂപ നമ്മുടെ അക്കൗണ്ടിൽ കിട്ടും. ഡെയിലി ഉണ്ട്, മന്ത്ലി ആയിട്ട് നമുക്ക് ഓരോ വരുമാനങ്ങൾ കൃത്യമായിട്ട് കിട്ടും. ഇപ്പോൾ തന്നെ 8 റാങ്കിലുള്ളവർ ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. 7ാം റാങ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവരോടൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് നിങ്ങൾക്ക് സീരിയസ് ആയിട്ടുള്ള വശങ്ങളൊക്കെ മനസ്സിലാക്കി റിയാലിറ്റി മനസ്സിലാക്കി തന്നെ നമുക്ക് നമ്മുടെ കൂടെ കടന്നു വരാൻ പറ്റും. നിങ്ങൾ ഓരോരുത്തരും അതിനു വേണ്ട ഒരേ ഒരു കാര്യം 4 സ്റ്റെപ്പാണ്. നമ്മുടെ ഡയറക്റ്റ് റെഫറൽ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്യുന്നു. അതിലൂടെ നമ്മുടെ കസ്റ്റമറെ ഇതിലേക്ക് കൊണ്ടുവരും. അവരോട് ഡൗൺലോഡ് ചെയ്യാനും ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും പറയുക. അതിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നല്ലൊരു വരുമാന മാർഗം. അങ്ങനെ ഒരു സാമ്പത്തികമായിട്ടുള്ള മണിയും
മാനേജ്മെൻറ്റ് പഠിച്ചുകൊണ്ട് നല്ലൊരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ നമുക്ക് സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അങ്ങനെ നമുക്ക് അതിലൂടെ നല്ലൊരു വരുമാനവും ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ഫ്രീഡം അങ്ങനെ നമ്മളിലെ കൈകളിലെത്തും എന്നത് 100% ഉറപ്പാണ്. അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കുക, ഇപ്പം തൊട്ട് പ്രവർത്തിക്കുക. സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, താങ്ക് യു.